ഇങ്ങനെയാണ് നമ്മുടെ യോക്ക് പോർഷൻ വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള എംബ്രോയിഡറി ആണ്. ചൈനീസ് കോളർ നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വി കട്ടിങ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഹലോ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടണിൽ 3 പീസ് സെറ്റ് ആയിട്ടാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള 3 പീസ് സെറ്റാണ്. നിങ്ങൾക്കറിയാം നല്ല ചൂടാണ് ഇപ്പോൾ. നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് കോട്ടൺ. നല്ല കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ്. നിങ്ങൾക്കറിയാം നമ്മൾ കൊണ്ടുവരുന്ന കോട്ടൺസിൻ്റെ ഒക്കെ നിങ്ങൾ വാങ്ങിച്ചവർക്കറിയാം അതിൻ്റെ ഒരു ഫീൽ കേട്ടോ. അപ്പം ഞാൻ അധികം താമസിപ്പിക്കുന്നില്ല, നമുക്ക് കാണിച്ചു തരാം കേട്ടോ. എന്താണ് ഐറ്റം എന്ന് കാണിച്ചു തരാവേ. വേഗം പോവാണ്, കുറേ നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ കാണിക്കുന്നതെന്ന് പറയാൻ നമ്മളൊരു കോട്ടൺസിൻ്റെ ഒരു വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യണം. നമുക്ക് ഓരോന്ന് കാണിക്കാനേ നേരം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോവും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. നല്ലൊരു അഡാർ ഐറ്റമാണ് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ എംബ്രോയിഡറി ആണ് കേട്ടോ. നിങ്ങൾക്കിത് എങ്ങനെയാണ് ക്യാമറയിൽ കാണുന്ന അറിയില്ല. ഇതേപോലെ തന്നെ ഗ്രീൻ, നല്ലൊരു ഗ്രീനാണ്. ഗ്രീനിൽ നല്ലൊരു ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ഫുൾ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. 3 പീസ് സെറ്റാണ്. 60 കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പും ബോട്ടും ഒക്കെ കാണാം. സെൽഫാണ് കേട്ടോ, കളറൊക്കെ ബോട്ടൊക്കെ സെൽഫാണ്. സെൽഫ് കളറിലാണ് വന്നിരിക്കുന്നത്. നോക്കി, അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ. ഇത് ഞാൻ വെയർ ചെയ്യാത്തത്, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാമ്പിൾ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സൽ ആണ് കേട്ടോ. എനിക്ക് മീഡിയം സൈസോ അല്ലെങ്കിൽ ലാർജോ മതി, അതുകൊണ്ടാണ് ഞാൻ വെയർ ചെയ്യാത്തത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, കോട്ടൺ ആകുമ്പോൾ ഒരു സൈസ് കൂടുതൽ നിങ്ങൾ എടുക്കുക. കാരണം നമ്മൾ നല്ല കോട്ടൺസ് എന്തായാലും കുറച്ചൊന്ന് ഷ്രിങ്ക് ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് ടൈറ്റ് ആവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യോക്ക് പോർഷൻ വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള എംബ്രോയിഡറി ആണ്. ചൈനീസ് കോളർ നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വി കട്ടിങ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാനിത് വെയർ ചെയ്ത് നിൽക്കുന്ന ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം. ഞാനല്ല മോഡല്, വെയർ ചെയ്ത് നിൽക്കുന്ന ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാവേ. ഇതിനൊപ്പം തന്നെ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ, എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പം ഇത് നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനൊരു പട്ടയോട് കൂടിയിട്ടാണ് നമുക്ക് എംബ്രോയിഡറി. കണ്ടോ, ഒരു പടി കൊടുത്തിട്ട് ഇത് നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇനി വെളിച്ചത്തിൻ്റെ ഒരു ഇതുകൊണ്ട് എങ്ങനെ കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും ഇങ്ങനെ ഫ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഫ്ലീറ്റ് ഇങ്ങനെ പോയി, അതായത് ഇവിടെ ഫ്ലീറ്റ് ഇല്ല. കണ്ടോ, ഒരു അനാർക്കലി മോഡലാണ് തയ്ച്ചിരിക്കുന്നത്. കണ്ടോ, ഈ 2 ഭാഗത്തും ഫ്ലീറ്റ് ഇല്ല. എന്നാൽ നമ്മുടെ യോക്കിന്റെ ഈ എംബ്രോയിഡറിയുടെ സെന്റർ പോർഷനിലും, അപ്പോൾ ബാക്ക് പോർഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഫ്ലീറ്റ് ഫുള്ളും ഫ്ലീറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിലാവുമ്പോൾ നമ്മളെ ഈ എംബ്രോയിഡറിയുടെ താഴെ മാത്രമാണ് ഫ്ലീറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ടു സൈഡ് ഇതിങ്ങനെയാണ്. കണ്ടോ മനസ്സിലായിട്ടോ വിചാരിക്കണം. അനാർക്കലി പാറ്റേൺ ആണ്, സ്ലിറ്റ് ഇല്ല. നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ ബോട്ടവും ഷോളും കാണാവേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടം. സെൽഫ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 48 ഉണ്ട് കേട്ടോ. അനാർക്കലി മോഡലാണല്ലോ, അതുകൊണ്ടാണ് 48 ഉണ്ട്. ഓക്കെ, നല്ല ഭംഗി വെയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഷോള് കാണാവേ. ഷോൾ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും മനോഹരമായിട്ട് യോക്കിൽ വർക്കൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്കിതിന് നമ്മളെ ഷോൾ എന്ന് പറയുന്നത് നോക്കിയേ, എന്ത് ഭംഗിയാ നോക്കിയേ. കണ്ടോ, ഓൾ ഓവർ എംബ്രോയിഡറി വർക്കുള്ള. ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരിക കേട്ടോ. ഈ ഫ്ലവറിൻ്റെ ഡിസൈനിലാണ് ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഷോളിൽ പോയിരിക്കുന്നത്. ഓക്കെ, ബോട്ടം സെൽഫ് തന്നെ നേരത്തെ കാണിച്ചതുപോലെ. ദുപ്പട്ട ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. നമുക്കിതിങ്ങനെ വെച്ച് കാണിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തിയാലാണ് എനിക്ക് ഭംഗിയായിട്ട് നിങ്ങൾ കാണിക്കാൻ പറ്റുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്കിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണെന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, ഷോളിന് അതിൻ്റെ അത്ര തിക്നെസ് ഉണ്ടാവില്ല, ടോപ്പിൻ്റെ അത്ര. നല്ല സുഗമമായിട്ട് കിടന്നോളൂ. അടിപൊളിയാണ് കേട്ടോ. 3 പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 975 ആണ് കേട്ടോ. അപ്പം നല്ലതാണ്, അടിപൊളിയാണ്, വേറെ സുഖമാണ്. പാർട്ടി വെയർ ആയിട്ട് വരെ നമുക്ക് കോട്ടൺ ആണെങ്കിൽ കൂടി ഉപയോഗിക്കാം. ചിലർ കോട്ടൺസ് തന്നെ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. കുറച്ച് ആളുകൾ മാത്രമാണ് കുറച്ചും കൂടി ക്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഇത് തിരഞ്ഞെടുക്കാറുള്ളൂ. പക്ഷെ കോട്ടൺ ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും കോട്ടണിൽ തന്നെ. അപ്പോൾ കോട്ടണിൽ നല്ലൊരു പാർട്ടി വെയർ ആണ്, ഡെയിലി വെയർ ആണ്. ഓക്കെ, അതായത് നമുക്ക് ഓഫീസിലേക്ക് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് എല്ലാ എവിടേക്ക് നമുക്കാണെങ്കിലും എന്ത് പർപ്പസ് ആണെങ്കിലും
നമുക്ക് എപ്പോഴും ധരിക്കാനായിട്ട് സുഖമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ 975 ആണ്. ബുക്കിംഗ് നമ്പർ അറിയാലോ, നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് വരുന്നത്. വാട്സപ്പിലാണ് നിങ്ങൾ നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യേണ്ടത് കേട്ടോ. 10 ഡേയ്സ് എല്ലാവരും പ്രതീക്ഷിക്കുക. അർജൻറ്റായിട്ട് 2 ഡേയ്സ് കൊണ്ട് കിട്ടണം എന്നുള്ളവരൊന്നും ഓർഡർ ചെയ്യാതിരിക്കുക. 10 ഡേയ്സ് എന്തായാലും ആവും കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.